ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഞ്ചപാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിര രാജാവ് രാജസൂയയാഗം നടത്താൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി യുധിഷ്ഠിരൻ തൻ്റെ സഹോദരങ്ങളോടും സർവ്വസഭാജനങ്ങളോടും ആലോചന നടത്തി. ആ യജ്ഞത്തെപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിച്ചു. സർവ്വജനങ്ങളുടെയും ഹിതത്തിനു വേണ്ടി രാജസൂയയാഗം നടത്താൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം അറിയാമെന്ന് ചിന്തിച്ച് ശ്രീകൃഷ്ണനെ വരുത്താനായി ദ്വാരകയിലേക്ക് ആളെ അയച്ചു. ഉടനെ തന്നെ യുധിഷ്ഠിര രാജാവാണ് വിളിക്കുന്നതെന്നറിഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ ഉടൻ തന്നെ രാജാവിനെ കാണാനായി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണനെ വേണ്ട വിധം പാണ്ഡവർ പൂജിച്ച് സൽക്കരിച്ചിരുത്തി. കൃഷ്ണനോടായി യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, കൃഷ്ണ, അങ്ങ് കാമക്രോധങ്ങൾ ജയിച്ചവനാണ്. അതുകൊണ്ട് ലോക നന്മയ്ക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞു തരാൻ അങ്ങേക്കറിയും. അതുകൊണ്ട് നീതിമാനായ കൃഷ്ണ, അങ്ങ് പറഞ്ഞാലും ഈ രാജസൂയയാഗം നടത്താൻ ഞാൻ അർഹനാണോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു തുടങ്ങി. വിശിഷ്ട ഗുണങ്ങൾ ചേർന്ന ഭവാൻ രാജസൂയയാഗം ചെയ്യാൻ അർഹനാണ്. സർവക്ഷത്രിയന്മാരായിട്ടുള്ള രാജാക്കന്മാരെയും ജയിച്ച് രാജസൂയയാഗം നടത്താൻ അങ്ങേക്ക് കൂടെ നിൽക്കാനായി ബലവാനായ ഭീമസേനനും നീതിമാനായ ഞാൻ വാസുദേവനും ജയം മാത്രം കാക്ഷിക്കുന്ന പാർത്ഥൻ അർജുനനും ഉണ്ടല്ലോ. പിന്നെന്തിനാണ് അങ്ങേക്ക് വിഷമം? പക്ഷേ ഇപ്പോൾ ജരാസന്ധ രാജാവ് ആ മഗധ രാജ്യത്തിൻ്റെ ഐശ്വര്യം അടക്കി അഭിഷിക്തനായി എല്ലായിടത്തുമുള്ള രാജാക്കന്മാരുടെ തലയിൽ കയറി നിൽക്കുകയാണ്. ആ ജരാസന്ധ രാജാവാണ് ഈ മധ്യഭൂമി ഭരിക്കുന്നത്. അവനാണത്രേ മഹാരാജ സാമ്രാജ്യത്തിന് അർഹൻ. ആ ജരാസന്ധൻ്റെ കൂടെ സേനാപതിയായി പ്രതാപവാനായ ശിശുപാലനും നിൽക്കുന്നുണ്ട്. ആ ശിശുപാലൻ ജരാസന്ധന് ഗുരുവായി എപ്പോഴും ഉപാസിക്കുന്നു. മഹാബലവാനും മഹായോദ്ധാവും മായായുദ്ധ വിദഗ്ധനുമായ കാരുഷ രാജാവ് വിക്രമനും ജരാസന്ധൻ്റെ ആശ്രിതനുമാണ്. വളരെ ശക്തിയേറിയ ഒരുപാട് രാജാക്കന്മാർ ഇന്ന് ജരാസന്ധൻ്റെ ശിഷ്യരാണ്. ജരാസന്ധനെ അവർ ഉപാസിക്കുന്നുണ്ട്. ആ ജരാസന്ധനെ കീഴടക്കുവാൻ 3 ലോകത്തിനും ആർക്കും കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ രാജസൂയയാഗം നടക്കണമെങ്കിൽ ആ ജരാസന്ധ രാജാവിനെ അടക്കിയേ മതിയാവൂ. ഇതെങ്ങനെ സാധിക്കും? ഞാനും എൻ്റെ ബന്ധുക്കളും മധുരയിലായിരുന്നു താമസം. ഈ ജരാസന്ധൻ വന്ന് ഉപദ്രവിച്ച കാരണം ഞങ്ങൾക്ക് ആ മധുര വിട്ട് പ്രിയപ്പെട്ടവരോടുകൂടെ ദ്വാരകയിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. ആ ജരാസന്ധനെ പേടിച്ചോടിയ യാദവരാണ് ഞങ്ങൾ. ആ ജരാസന്ധൻ എന്ന ആ പർവ്വതശ്രേഷ്ഠനെ കടക്കുവാൻ കഴിയുകയില്ല എന്നതുകൊണ്ട് ജരാസന്ധ ഭയം തീർന്നതിന് ശേഷം മാത്രം അങ്ങ് രാജസൂയയാഗം നടത്താൻ തീരുമാനിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആദ്യം ചിന്തിക്കേണ്ടത് ജരാസന്ധനെ കൊല്ലുവാനുള്ള ഉപായമാണ്. അവനെ ജയിച്ചാൽ എല്ലാം വിജയിച്ചു എന്ന് പറയാം. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഈ സ്ഥിതിക്ക് ഭവാന്റെ അഭിപ്രായം എന്തെന്ന് രാജാവേ ഇനി ചിന്തിച്ചു പറയുക. യുധിഷ്ഠിരൻ പറഞ്ഞു, ഹേ കൃഷ്ണ, അങ്ങ് പറഞ്ഞത് ബുദ്ധിപൂർവമായ കാര്യമാണ്. അങ്ങയുടെ സംശയം പരിഹരിക്കുവാൻ പ്രാപ്തിയുള്ളവർ ഈ ഭൂമുഖത്തില്ല. കൃഷ്ണ, അങ്ങും ബലരാമനും ഭീമസേനനും അർജുനനും കൂടിയാൽ ജരാസന്ധനെ കൊല്ലുവാൻ ആളാവുകയില്ലേ? ഇങ്ങനെയൊക്കെയാണ് കൃഷ്ണ ഞാൻ ചിന്തിക്കുന്നത്. ഹേ കേശവ, ഞാൻ എന്തു പറയാനാണ്? അങ്ങാണ് ഈ ഉള്ളവർക്കെല്ലാം പ്രമാണം. ഭീമൻ ഇത് കേട്ട് ഇടയിൽ കയറി വന്ന് പറഞ്ഞു, ഏത് ശക്തനെ പോലും വീഴ്ത്തുവാൻ ഉപായം നോക്കാത്തവനാണ് ദുർബലൻ. ഉത്സാഹമുണ്ടെങ്കിൽ ഏത് ശക്തനായ വൈരിയെയും ഏത് ദുർബലനും നല്ല രീതിയിൽ പ്രയോഗിച്ച് ജയിക്കുവാൻ കഴിയും. ഏത് ശക്തനെയും വീഴ്ത്തുവാൻ ഉപായം എനിക്കുണ്ട്. ഞാൻ ശക്തനാണ്. മാത്രവുമല്ല, നയം കൃഷ്ണനിലുണ്ട്, ശക്തി എന്നിലുണ്ട്, ജയം പാർത്ഥനിലുണ്ട്. നമ്മൾ 3 പേരും ചേർന്നാൽ 3 അഗ്നികൾ ഇഷ്ടിയെ എന്ന പോലെ ആ മഗധ രാജാവിൻ്റെ കഥ അവസാനിപ്പിക്കാം. കൃഷ്ണൻ പറഞ്ഞു, സൂക്ഷിക്കണം. 100 വംശത്തിലെ രാജാക്കന്മാർ എല്ലാവരും അവനെ തടുക്കാൻ ശക്തരല്ലായിരുന്നു.
അതുകൊണ്ട് സ്വന്തം ബലത്താൽ സാമ്രാട്ടായി തീർന്നവനാണ് ആ ജരാസന്ധൻ. എല്ലാ രാജാക്കന്മാരും രത്നങ്ങൾ നൽകി ആ രാജാവിനെ ഉപാസിക്കുന്നു. എന്നിട്ടും മൂർഖനായ ആ ജരാസന്ധൻ തൃപ്തനാകുന്നില്ല. കിരീടധാരികളായ രാജാക്കന്മാരെയെല്ലാം അവരിലെല്ലാം പ്രധാനിയായിരുന്നിട്ടും അവരെയെല്ലാം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, അവൻ കപ്പം വാങ്ങാത്ത രാജാക്കന്മാരുമില്ല. ഹേ പാർത്ഥ, അവനോട് ഇടയാൻ ആർക്ക് ധൈര്യമുണ്ട്? ഇത് കേട്ട് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, സാമ്രാട്ട് പദവി മോഹിച്ച് നിങ്ങളെ ഞാൻ എങ്ങനെ അയക്കും ആ രാജാവിൻ്റെ അടുത്തേക്ക്? സ്വാർത്ഥത മാത്രം നോക്കി ഞാൻ സാഹസമായി എങ്ങനെ നിങ്ങളെ അയക്കും? ഭീമാർജുനന്മാർ എൻ്റെ 2 കണ്ണുകളാണ്. ജനാർദ്ദന, നീ എൻ്റെ മനസ്സാണ്. കണ്ണും മനസ്സും പോയാൽ പിന്നെ ഒരുവൻ എങ്ങനെ ജീവിക്കും? ജരാസന്ധൻ്റെ മഹാശക്തമായ ആ മഹാസൈന്യത്തെ ജയിക്കുവാൻ യമനും കൂടി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ അവിടെ പോയി എന്ത് ചെയ്യാനാണ്? ഇക്കാര്യത്തിൽ ഏർപ്പെട്ടാൽ അനർത്ഥം വന്നു ഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കൃഷ്ണ. രാജസൂയയാഗം നടത്തണം എന്ന് ഞാൻ ചിന്തിച്ചത് അബദ്ധമായി പോയി എന്ന് തോന്നുന്നു. ഞാൻ ഇക്കാര്യം ഉപേക്ഷിച്ചു കളയാം. അതാണ് നല്ലത്. രാജസൂയയാഗം അത് നടക്കാത്ത ഒരു കാര്യമാണ്. അർജുനൻ പറഞ്ഞു, തീർച്ചയായും ജരാസന്ധനെ വധിക്കാനായി ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാൽ വിജയം ഉറപ്പ്. ജരാസന്ധനെ വധിച്ചാൽ മറ്റ് രാജാക്കന്മാരുടെ രക്ഷയും യജ്ഞാർത്ഥമായി നമ്മൾ ചെയ്താൽ അതിനും മേലെയായി പിന്നെ വേറെ എന്തുണ്ട്? ശ്രമിക്കാഞ്ഞാൽ ഗുണം കിട്ടുകയില്ലെന്നത് തീർച്ചയാണ്. നാം ശ്രമിക്കാതിരുന്നാൽ ലോകം നമ്മെ അസമർത്ഥരും നിർഗുണരുമായി കണക്കാക്കും. സന്യാസം ആഗ്രഹിക്കുന്ന മുനികൾക്ക് കാഷായ വസ്ത്രം കിട്ടുവാൻ ഒട്ടും പ്രയാസമില്ല. അതുപോലെ നാം ശത്രുവിനെ കീഴടക്കിയാൽ നമുക്ക് വിഷമമന്യേ സാമ്രാജ്യം കിട്ടും. അതുകൊണ്ട് നാം ശത്രുക്കളോട് പോരാടുവാൻ തീരുമാനിക്കണം. യുദ്ധത്തിൽ മരിച്ചു പോകുമെന്ന ഭയം വേണ്ട. യുദ്ധം ചെയ്യാത്തവരും മരിച്ചു പോകുന്നില്ലേ? പൊരുതുക, കാര്യം നിർവഹിക്കുക തന്നെ ചെയ്യാം. യുധിഷ്ഠിരൻ ചോദിച്ചു, കൃഷ്ണ, ആരാണ് ഈ ജരാസന്ധൻ? അവൻ്റെ വീരപരാക്രമങ്ങൾ എന്താണ്? തീയിനോടടുക്കുന്ന ഭവാനോട് പൊരുതിയിട്ട് അവൻ പാറ്റ പോലെ എരിഞ്ഞില്ലല്ലോ. ആരാണ് ഈ ജരാസന്ധൻ? ഹരേ കൃഷ്ണ.